ശ്രീ സജീവൻ, പോളിംഗ് എല്ലാം കഴിഞ്ഞ് അവസാനത്തെ കണക്ക് വരേണ്ടിയിരിക്കുന്നു. 2021 പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിനൊക്കെ പല കാരണങ്ങളുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ അവകാശവാദങ്ങൾക്ക് വലിയ സ്കോപ്പൊന്നുമില്ലല്ലോ. പെട്ടിയിൽ വോട്ടെല്ലാം വീണ് കഴിഞ്ഞു. അപ്പോൾ സാധ്യതകളെക്കുറിച്ച് കുറച്ചുകൂടി നല്ല ആലോചന സാധ്യമാകുമെന്ന് വിചാരിക്കുന്നു. അതിലാദ്യത്തെ ഒരു വിഷയമായി എനിക്ക് ശ്രീ സജീവനോട് ചോദിക്കാനുള്ളത് ചതുഷ്കോണ മത്സരമായിരുന്നു. തൽക്കാലം BJP മാറ്റി നിർത്താം. അൻവർ എന്ന മൂന്നാമത്തെ സ്ഥാനാർത്ഥിയെ എടുക്കാം. അൻവർ ഇന്ന് പറഞ്ഞത് എത്രയോ അധികം ആളുകളെയും കൂട്ടി കാൽനടയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകും എന്നാണ് പറഞ്ഞത്. അതായത് ഷൗക്കത്ത് കഥ എഴുതാൻ പോകും, M സ്വരാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി പോകും, അദ്ദേഹം വീണ്ടും നിയമസഭാംഗമാകുമെന്നാണ് അൻവർ പറഞ്ഞത്. അൻവർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞതൊക്കെ കേട്ട് വലിയ ചിരിയും ഒക്കെ വന്നിട്ടുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, ആ അൻവർ എന്ന ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാവും ഇരു മുന്നണികളെയും ബാധിച്ചിട്ടുണ്ടാവുക? അൻവർ എത്രമാത്രം വോട്ട് പിടിക്കാൻ സാധ്യതയാണ് ശ്രീ സജീവൻ കാണുന്നത്? താങ്കൾ പറഞ്ഞ പോലെ ചതുഷ്കോണ മത്സരം അല്ല, ഞാൻ അതിനെ ഒന്നുകൂടി മാറ്റിയിട്ട് ത്രികോണ മത്സരവും അല്ല, ഇത് നേരിട്ടുള്ള പോരാട്ടമാണ്. ശരി, LDFും UDFും തമ്മിലുള്ള. അതിൽ പക്ഷെ ഒരു സാധ്യതയുള്ള അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ സാധ്യത എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്ന ഇപ്പൊ ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 75,000 വോട്ട് അദ്ദേഹത്തിന് കിട്ടുമെന്നാണ്. എവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെയൊന്നും അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറച്ച് വോട്ട് അദ്ദേഹം പിടിക്കാൻ സാധ്യതയുള്ളത് സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പക്ഷത്തു നിന്ന് വരാനാണ് സാധ്യത. കാരണം LDF വോട്ടുകൾ നേരത്തെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടെന്ന് അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന LDFന്റെ പിന്തുണയിൽ കിട്ടിയിട്ടുള്ള വോട്ടുകൾ അത് സ്വാഭാവികമായിട്ടും പൂർണ്ണമായും LDFിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. കാരണം പല UDF നേതാക്കന്മാരും ചോദിച്ചത്, നിങ്ങൾ എവിടെ എന്തെങ്കിലും കടമെടുത്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമോ എന്നൊക്കെയായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് സ്വരാജിനെ പോലുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ചോദിച്ചത്. സ്വരാജ് തന്നെ സ്ഥാനാർത്ഥിയായപ്പോൾ ഇനി വേറൊന്നുമില്ല. ഒന്നാമത് കുറെ കാലത്തിന് ശേഷം LDFിന് കിട്ടുന്ന സ്വന്തം ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥി, മാത്രമല്ല ആ നാട്ടിലെ സ്ഥാനാർത്ഥി, അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളത് സെക്രട്ടേറിയറ്റ് അംഗമാണ്, യുവനേതാക്കളെ ഏറ്റവും മുൻപന്തിയിലുള്ള ആളാണ്. ഇങ്ങനെ ഇത്രയും തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാവുന്ന പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും LDFിന് വോട്ട്, പ്രത്യേകിച്ച് CPM വോട്ട് അപ്പുറത്തേക്ക് പോകാനുള്ള ഘടകങ്ങളൊന്നുമില്ല. അൻവറിനെ അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ അൻവർ നേരത്തെ തന്നെ അദ്ദേഹം LDFിനോട് പിണങ്ങി പിണറായിക്കെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തു പോകുമ്പോൾ കുറച്ചാളുകളെങ്കിലും CPMന്റെ പക്ഷത്ത് നിന്ന് അദ്ദേഹത്തിനോടൊപ്പം പോകുമായിരുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. CPMന്റെ ഏതെങ്കിലും പ്രവർത്തകനോ നേതാവോ ഇപ്പോൾ സജീവമായിട്ടുള്ള ആരും അദ്ദേഹത്തോടൊപ്പം പോയതായിട്ട്. അല്ല, അത് സജീവൻ പറഞ്ഞത് ശരിയാണ്. അതായത് അദ്ദേഹവും അന്ന് ഏറ്റവും അധികം ഉന്നം വെച്ചത് CPMൽ നിന്ന് ആളുകളെ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരിക, അങ്ങനെ ഒരു വലിയ അവകാശവാദമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരാളെ പോലും ആ നിലയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അനുഭാവികളുടെ ഇടയിലും ഏതെങ്കിലും ഒരു അനുഭാവമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനോ ഒന്നും കഴിഞ്ഞിട്ടുമില്ല. അത് വസ്തുതയാണ്.